ന്യൂസ് പ്രസ്സിലേക്ക് സ്വാഗതം. 10 പേരെ വിവാഹം കഴിച്ചു. 11ാമനെ വിവാഹത്തിനായി ഒരുക്കി നിർത്തി. പക്ഷേ തട്ടിപ്പ് കണ്ടുപിടിച്ചതിൻ്റെ കാരണത്താൽ ഇപ്പോൾ രേഷ്മ പോലീസിൻ്റെ കസ്റ്റഡിയിലുമായി. ആരാണ് രേഷ്മ? കൗതുകകരമായ ചില ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമാണ് രേഷ്മ. വിവാഹം കഴിച്ചും സന്തോഷം കണ്ടെത്തുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി. വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. രേഷ്മ വളരെ ചെറുപ്പമാണ്. കല്യാണം കഴിക്കൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. 10 പേരെ കഴിച്ചു കഴിഞ്ഞു. 11ാമൻ കാരണം ഇപ്പോൾ ജയിലിലായി. ജയിലിലായില്ല എങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം, 3 ദിവസം കഴിഞ്ഞാൽ അടുത്ത കല്യാണം ഒക്കെ രേഷ്മ വളരെ തന്ത്രപൂർവം ശരിയാക്കി വെച്ചിരുന്നതുമാണ്. രേഷ്മ ചില്ലറക്കാരിയൊന്നുമല്ല. പറയുന്നത് ശരിയാണെങ്കിൽ കാലടിയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ന്യായം എന്ന വിഷയത്തിൽ PhD ചെയ്യുന്ന വ്യക്തിയാണ്. ഇത്രയും പറയാമെങ്കിൽ ആ പറച്ചിലിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് താനും. ഒരു സംസ്കൃത സർവകലാശാലയെക്കുറിച്ച് അറിയുന്ന വ്യക്തി, ന്യായം എന്ന വിഷയത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തി, PhDയെക്കുറിച്ച് അറിയുന്ന വ്യക്തി ഒക്കെ ആകുമെങ്കിൽ രേഷ്മ പറയുന്നതും മിക്കവാറും ശരിയായിരിക്കാൻ തന്നെയാണ് സാധ്യത. ഈ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് തന്നെ 2017-2019 പീരീഡിൽ PG ബിരുദം നേടിയിരുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടിയിരുന്നു എന്നുള്ളതാണ്. 2014 ആദ്യ പ്രണയം തുടങ്ങി. ആ പ്രണയത്തിൻ്റെ അവസാനം കല്യാണവും നടന്നു. പക്ഷേ കല്യാണം കഴിച്ചയാൾ പിണങ്ങിപ്പോയി എന്നാണ് രേഷ്മ പറയുന്നത്. പക്ഷേ പഠനത്തിൽ നിന്നും രേഷ്മ പിന്നോട്ട് പോയതുമില്ല. പഠനം തുടരുകയായിരുന്നു. 2022 കഥ നോക്കാം. അന്ന് സോഷ്യൽ മീഡിയ വഴി ഒരു പാലക്കാട്ടുകാരനെ കണ്ടെത്തി അയാളെ വിവാഹവും കഴിച്ചു. വിവാഹം കഴിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കക്ഷി വിദേശത്തേക്ക് പോയി. പിന്നീട് 2022 തന്നെ ഒരു വൈക്കം സ്വദേശിയെ കണ്ടെത്തി അയാളെ വിവാഹം കഴിച്ചു. കാലം ഒന്നും രേഷ്മയെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളെ അല്ല. ഒരു കല്യാണം കഴിഞ്ഞാൽ കുറേ നാൾ കൂടി കാത്തിരിക്കണം എന്നുള്ളതും രേഷ്മയുടെ പട്ടികയിൽ പെടുന്നതുമല്ല. ഈ കാലടി യൂണിവേഴ്സിറ്റിയിലെ തിരുവനന്തപുരം കേന്ദ്രമുണ്ട്. അവിടെ ഒരു ടെമ്പററി വേക്കൻസിയിൽ ഒരു ജോലി രേഷ്മ തരപ്പെടുത്തി. അതിനിടയിൽ ട്രെയിൻ യാത്രക്കിടയിൽ വൈക്കം സ്വദേശിയെ പരിചയപ്പെടാൻ ഇടയായി. തുടർന്നാണ് 2023 പാലക്കാട് സ്വദേശിയായ വ്യക്തിയുടെ പരിചയക്കാരനായ ഒരു കൊല്ലം സ്വദേശിയുമായുള്ള വിവാഹം ഈ രേഷ്മ ഒപ്പിച്ചത്. വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ ലിവിങ് ടുഗദറായി അവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. ഈ ലിവിങ് ടുഗദർ പീരീഡിലാണ് ഒരു ആൺകുഞ്ഞ് ജനിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് 7 മാസം തികയുന്നതിന് മുമ്പ് തന്നെ രേഷ്മ പ്രസവിച്ചത് കൊല്ലം സ്വദേശിയുടെ കുടുംബത്തിന് സംശയം ഇടയാക്കി. പിതൃത്വത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞ് അവർ പരാതിയുമായി എത്തിയതോ സമയത്താണ് മുൻ ഭർത്താവായ പാലക്കാട് സ്വദേശി വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയത്. അദ്ദേഹം രേഷ്മ എന്ന തൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും പോലീസ് രേഷ്മയെ പിടികൂടുകയും ചെയ്തു. തുടർന്നാണ് കോടതി ഇടപെട്ട് മഹിളാ മന്ദിരത്തിലാക്കിയത്. ഈ മഹിളാ മന്ദിരത്തിൽ നിന്നും തിരിച്ചിറങ്ങി അമ്മയ്ക്കും
കൊല്ലം സ്വദേശിയായ ഭർത്താവിനുമൊപ്പം രേഷ്മ ബീഹാറിലേക്ക് ട്രെയിൻ കയറി. അവിടെ ടീച്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഭർത്താവ് രേഷ്മയുമായി പിണങ്ങി സ്ഥലം വിട്ടു. അതിനുശേഷം തിരിച്ചെത്തി കഴിഞ്ഞതിന് മുതൽ രേഷ്മ വിവാഹത്തിലാണ് PhD ചെയ്യാൻ തുടങ്ങിയത്. ഒന്നിന് പിറകെ മറ്റൊന്നായി വിവാഹം കഴിച്ചു കൂട്ടുകയായിരുന്നു. വിവാഹം കഴിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ വിവാഹം കഴിച്ചു കൂട്ടുക എന്നുള്ളതായിരുന്നു രേഷ്മയുടെ വിനോദം. ഇത് പണത്തിനു വേണ്ടിയാണോ? അല്ല എന്നുള്ളതാണ് രേഷ്മ പറയുന്നതും അത് പോലീസ് ഏകദേശം ശരിവെക്കുന്നതും. വിവാഹ തട്ടിപ്പുകൾ നടത്തിയത് ഒന്നും തന്നെ ഗോൾഡിന് വേണ്ടിയോ പണത്തിനു വേണ്ടിയോ അല്ല എന്ന് പോലീസിന് പ്രാഥമികമായി വിവരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആസൂത്രിതമായി ആളുകളെ പറ്റിച്ച് വിവാഹം കഴിച്ച് അവരുടെ പണം തട്ടുകയൊന്നും ഈ രേഷ്മയുടെ പതിവ് അല്ല. പല ആളുകളും താലി മാത്രം കൊണ്ട് കെട്ടിയിട്ട് വിവാഹം നടത്തി പോവുക. യഥാർത്ഥത്തിൽ ചില വിവാഹങ്ങൾക്ക് ഗോൾഡ് മാല പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. വിവാഹം കഴിച്ച ഭർത്താക്കന്മാരിൽ നിന്ന് നിത്യ ചെലവിനും യാത്രയ്ക്കുമുള്ള പണം മാത്രം രേഷ്മ വാങ്ങും. ഉള്ള ആഭരണങ്ങളെല്ലാം തന്നെ രേഷ്മയുടെ കയ്യിൽ തന്നെയായിരുന്നു. ഏകദേശം ബീഹാറിൽ അധ്യാപികയായിരുന്ന രേഷ്മ 2024 തിരിച്ചെത്തിയതിന് ശേഷമാണ് 2 പേരെ വിവാഹം കഴിച്ചതും മറ്റു 3 പേരെ വിവാഹം കഴിക്കാൻ വേണ്ടി ക്യൂവിൽ നിർത്തിയതും. US നേഴ്സായ തൊടുപുഴ സ്വദേശിയെ 2025 ഫെബ്രുവരി 19 വിവാഹം കഴിച്ചു. വാളകം സ്വദേശിയായ ഒരു വ്യക്തിയെ മാർച്ച് 1 വിവാഹം കഴിച്ചു. കോട്ടയം സ്വദേശിയെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും രഹസ്യമായി നടത്തി. ആര്യനാട്ടുള്ള പഞ്ചായത്ത് അംഗമായും തിരുമല സ്വദേശിയായ യുവാവുമായുള്ള വിവാഹങ്ങളും തീരുമാനിച്ചു. ഈ വിവാഹങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് മാട്രിമോണിയൽ വെബ്സൈറ്റുകൾ വഴി തന്നെ ആയിരുന്നു. രേഷ്മ തന്നെ മുൻകൈയെടുത്താണ് മാട്രിമോണിയലിൽ വരുന്ന പരസ്യങ്ങൾ നൽകുന്ന വ്യക്തിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നത്. ഒരേ സമയം എല്ലാ ഭർത്താക്കന്മാരുമായും നല്ല സൗഹൃദം പുലർത്താൻ രേഷ്മയ്ക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. രേഷ്മയുടെ അമ്മയും കുഞ്ഞും വാളകം സ്വദേശിയായ ഭർത്താവിനോടൊപ്പമാണ് ഇപ്പോഴും താമസിക്കുന്നത്. എന്നാൽ രേഷ്മ കൂടുതലായും തൊടുപുഴയിലെ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇയാൾ വിവാഹം കഴിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് ഇയാളുടെ കുടുംബവുമായി നല്ല സൗഹൃദം പുലർത്തിക്കൊണ്ട് രേഷ്മ അവിടെ താമസിച്ചത്. രേഷ്മയെ ഈ 2 വീടുകളിലേക്കും കൊണ്ടാക്കിയിരുന്നത് കോട്ടയം സ്വദേശിയായ ഭർത്താവാണ്. ആര്യനാട് കല്യാണത്തിൻ്റെ തലേ ദിവസം ഈ വ്യക്തിയുമായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതുമാണ്. പക്ഷേ അമ്പലം അടച്ചു പോയതിനാൽ രേഷ്മയുടെ ആ കച്ചവടം നടന്നില്ല. ആര്യനാട് കല്യാണത്തിനു വേണ്ടി രേഷ്മയെ വെമ്പായത്ത് കൊണ്ടാക്കിയതും ഈ കോട്ടയം സ്വദേശിയാണ്. പക്ഷേ അത് വിവാഹത്തിന് വേണ്ടിയാണെന്ന് രേഷ്മ പറഞ്ഞിരുന്നുമില്ല. ഇദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല. ബീഹാറിൽ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വാളകത്തെ വീട്ടിൽ നിന്നും പലവട്ടം രേഷ്മ പോയിരുന്നു. രേഷ്മയുടെ ഈ കറക്കമെല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയായിരുന്നു. എന്തിനാണ് ഇങ്ങനെ തുടർച്ചയായി പലരെയും വിവാഹം കഴിച്ചത് എന്ന് ചോദിച്ചാൽ പോലീസിനോട് രേഷ്മയ്ക്ക് പറയാനുള്ളത് സ്നേഹത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. സ്നേഹത്തിന് വേണ്ടി ഇത്രത്തോളം വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ രേഷ്മ പറയുന്നത്
ഓരോരുത്തരിൽ നിന്നും പ്രത്യേക സ്നേഹങ്ങൾ പ്രത്യേക തരത്തിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ ഇനിയും താൻ വിവാഹം കഴിക്കുമെന്നാണ് രേഷ്മയുടെ മുന്നറിയിപ്പ്. ഇത് ഒരു മാനസികപരമായ പ്രശ്നമാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. വളരെ വിദഗ്ധമായി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു സാമ്പത്തിക തട്ടിപ്പും നടത്താതെ വിവാഹം എന്ന് പറയുന്ന ട്രാപ്പിലേക്ക് കൊണ്ടുവന്ന് വിവാഹം കഴിക്കുകയും കൃത്യമായ സമയങ്ങളിൽ എത്തി സ്നേഹവും ഭാര്യയുടെ സാമീപ്യവുമൊക്കെ നൽകുകയും ചെയ്തുകൊണ്ടാണ് രേഷ്മ വളരെ ബുദ്ധിപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സുന്ദരിയാണ്, നന്നായി സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്, വിദ്യാഭ്യാസ യോഗ്യതയും അത്യാവശ്യമുണ്ട്, ആർക്കും ഇഷ്ടപ്പെടുന്ന പ്രകൃതമാണ്. അതെല്ലാം വളരെ തന്ത്രപരമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ രേഷ്മ വിവാഹം എന്ന സ്വന്തം രസം കണ്ടെത്തുന്ന പരിപാടിയിലേക്ക് തിരിഞ്ഞത്. രേഷ്മ ഇനിയും വിവാഹം കഴിക്കുമെന്നുള്ള കാര്യത്തിൽ രേഷ്മയ്ക്ക് പോലും തീർച്ചയുണ്ട്. രേഷ്മയെ അടുത്തറിയുന്നവർ പറയുന്നതും രേഷ്മ വിവാഹ കമ്പോളത്തിലെ ഇനിയും ഇറങ്ങി കൂടുതൽ പ്രതിസുത വരന്മാരെ കണ്ടെത്തി ജീവിതം ഈ വിവാഹ രസികത്വത്തിലേക്ക് തന്നെ ചേർത്ത് വെക്കും എന്നുള്ളതാണ്. ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ ചിലരുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യവും.